पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവന്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലെ ജ്ഞാന ഗുരുദർശനത്തിലെ മറ്റൊരു പാഠലിലേക്ക് നാം പ്രവേശിക്കണം. ഗരുഡ സ്വരൂപം ധ്യാനിച്ചവനെ പ്രത്യക്ഷം കാണുന്ന അളവിലെ വിഷം കെട്ടു പോകുന്നതിന് തുല്യം. ഗുരുവിൻ സ്വരൂപം ചിന്തിക്കുമ്പോഴേ മലം 3 ഒരുമിച്ചൊഴിഞ്ഞ് താനും ശിവമായി ഭവിക്കുകയുള്ള 3 മലങ്ങൾ ആണവം, കർമ്മം, മായ എന്നീ 3 മലങ്ങളും വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകും. ആരെ സ്മരിച്ചാൽ? ശിവനെ സ്മരിച്ചാൽ. ശിവപൂജ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ അജപാധ്യാനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അജപാധ്യാനത്തിലൂടെ നമ്മുടെ 3 മലങ്ങളും കൊഴിഞ്ഞു പോകുന്നു, നമ്മുടെ 3 മലങ്ങളും നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ശുദ്ധ ശിവസ്വരൂപമായി സാധകൻ്റെ മനസ്സ് മാറുന്നു. ഏതുപോലെ? ഗരുഡ സ്വരൂപം ധ്യാനിച്ചവനെ പ്രത്യക്ഷം കാണുന്ന അളവിലോ വിഷം കെട്ടു പോകുന്നതിന് തുല്യം. അപ്പോൾ നാം ഗരുഡ മന്ത്രം ജപിക്കുമ്പോൾ എപ്രകാരമാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷം മുഴുവനും ഇല്ലാതാകുന്നത്, അത്രമേൽ വളരെ പെട്ടെന്ന് നമ്മുടെ 3 മലങ്ങളും ശിവമന്ത്രത്താൽ, സോഹം ധ്യാനത്താൽ ഇല്ലാതായിത്തീരുന്നു, നശിച്ചു പോകുന്നു എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ വളരെ ഗംഭീരമായ ഒരു അലങ്കാര കൽപ്പനയാണ്. ഗരുഡ മന്ത്രം ജപിക്കുക, ഗരുഡ ഗായത്രി ജപിക്കുക. ആ ഗരുഡ ഗായത്രി ജപിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷങ്ങളും ഇല്ലാതായിത്തീരുന്നു. അതാണ് പ്രത്യേകത. ഗരുഡ മന്ത്രം, ഗരുഡ ഗായത്രി ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന എല്ലാ വിഷത്തെയും ആ മന്ത്രം ഇല്ലാതാക്കും. അതാണ് ഗരുഡ മന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുടികൊള്ളുന്ന എല്ലാ വിഷങ്ങളെയും ഇല്ലാതാക്കാൻ ഗരുഡ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഈ തിരുമന്ത്രയജ്ഞം ഒരു തലത്തിൽ എത്തി നിന്നപ്പോൾ അത് ഗരുഡ ഉപാസനയായി മാറുന്നത്. ഈ മന്ത്രത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് തിരുമന്ത്രയജ്ഞം വളരെ വലിയ ഒരു വഴിത്തിരവിലേക്ക് മാറിയത്. അതായത് ഗരുഡ മന്ത്രം ജപിക്കുന്നത് പോലെയാണ് ശിവമന്ത്രം, സോഹം, അജപാധ്യാനം നടത്തുമ്പോൾ ഒരാളുടെ ശരീരത്തിലെയും മനസ്സിലെയും വിഷം ഇല്ലാതാകുന്നത് എന്ന തിരുമൂലദേവൻ്റെ അലങ്കാര കൽപ്പന ഇവിടെ വളരെ വലിയൊരു സത്യമായി ഈ തിരുമന്ത്രയജ്ഞം നടത്തുന്ന ആൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഞാനതൊരു ദിവസം പറയുണ്ടായി. അതായത് തിരുമന്ത്രയജ്ഞം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതിന് കാരണം ഒരു വലിയ ബൈപ്പാസ് സർജറി എനിക്ക് നടത്തേണ്ടി വന്നു. അനേകം മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ഹൃദയ ശസ്ത്രക്രിയക്കൊടുവിൽ എൻ്റെ ആരോഗ്യം പൂർണ്ണമായും നശിക്കുകയും ശരീരം നിറയെ വിഷഭരിതമായ മരുന്നുകൾ കൊണ്ട് നിറയുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ദുർബലമായ ഒരവസരത്തിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഞാൻ തിരുമന്ത്രയജ്ഞം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഗരുഡൻ എൻ്റെ വീട്ടുമുറ്റത്തേക്ക് പറന്നു വരുന്നത്. ആ ഗരുഡപ്പറവ വളരെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് പറന്നു വന്നത്. മാത്രമല്ല, ഞങ്ങൾ കൊടുത്ത ഭക്ഷണവും ആ പറവ സ്വീകരിക്കുകയുണ്ടായി. ആ പറവ ഭക്ഷണം സ്വീകരിക്കുന്ന രംഗം വീഡിയോയിൽ പകർത്തിയതാണ് ഇതിൻ്റെ ആമുഖമായിട്ട് ഇപ്പോൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗരുഡ ഗായത്രി ജപിക്കപ്പെടുന്നു. ഗരുഡ ഗായത്രി ജപിക്കുന്നതിനോടുകൂടി എൻ്റെ ആരോഗ്യം പൂർണ്ണമായി എനിക്ക് തിരിച്ചു കിട്ടി. ഇന്ന് പണ്ടേക്കാൾ ആരോഗ്യത്തോടെ ഒരു ദിവസം തന്നെ 1ഉം 2ഉം എപ്പിസോഡുകൾ എടുക്കാൻ എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ ആരോഗ്യം തന്നത് ഗരുഡമന്ത്രം ജപിച്ചതുകൊണ്ടാണ്. ഗരുഡമന്ത്ര ജപത്തിലൂടെ എൻ്റെ ശരീരത്തിലെ വിഷാംശങ്ങളും
ആ ദൂഷ്യവശങ്ങളും പരിപൂർണമായി മാറുകയും ഞാൻ തികഞ്ഞ ആരോഗ്യവാനായി മാറുകയും ചെയ്തു. നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിൻ്റെ ആരംഭത്തിലും ഈ ഗരുഡ മന്ത്രം നിങ്ങൾക്ക് ഗരുഡ ഗായത്രി നിങ്ങൾക്ക് കേൾക്കാം. ഗരുഡ ഗായത്രി കേട്ടുകൊണ്ടാണ് ഓരോ തിരുമന്ത്ര യജ്ഞവും ആരംഭിക്കുന്നത്. അതുപോലെ ഓരോ തിരുമന്ത്ര യജ്ഞവും അവസാനിക്കുന്നത് ആ ഗുരുസ്തുതിയിലൂടെ, ഗരുഡസ്തുതിയിലൂടെയാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഗരുഡനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുകയും ഗരുഡനെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയ തുടരാൻ തിരുമൂലദേവനാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. കാരണം തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. ഗരുഡമന്ത്രം ജപിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഗരുഡ സ്വരൂപം ധ്യാനിച്ചവനെ പ്രത്യക്ഷം കാണുന്ന അളവിലെ വിഷം കെട്ടുപോകും. ഗരുഡൻ മന്ത്രം ജപിക്കുന്നതോടുകൂടി, അതായത് ഗരുഡ ഗായത്രി ജപിക്കുന്നതോടുകൂടി ഒരാളുടെ മനസ്സിലെ വിഷം പൂർണ്ണമായും ഇല്ലാതായി അയാൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. അപ്പോൾ ഗരുഡസ്വരൂപം ധ്യാനിച്ചവനെ പ്രത്യക്ഷം കാണുന്ന അളവിലെ വിഷം കെട്ടു പോകുന്നതിന് തുല്യം. ഗുരുവിൻ സ്വരൂപം ചിന്തിക്കുമ്പോഴേ മലം മൂന്നും ഒരുമിച്ചൊഴിഞ്ഞെത്താനും ശിവമായി ഭവിച്ചുകൊള്ളും. അങ്ങനെ നമ്മൾ ശിവൻ ആയി ഭവിക്കുന്നു. എല്ലാ മാലിന്യങ്ങളും അകന്നുകൊണ്ട് ശിവസ്വരൂപമായി തിരുമൂലദേവൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ മാറുന്ന അത്ഭുതകരമായ കാഴ്ച നാം ഈ അധ്യായത്തിൽ കാണുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.